ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡ്ല സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെക്കാനിക്സ് എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന തിയറി ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്നുമില്ല, പക്ക എന്താണ് ഇതിൻ്റെ തിയറികൾ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു സെഷനായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീലിംഗ് വിത്ത് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ശാഖയാണ് മെക്കാനിക്സ്. ഇവിടെ നമ്മൾ മോഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, റെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇവിടെ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സംഗതികളാണ് എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ്. ഒരു ഒബ്ജക്റ്റ് ടൈമിനനുസരിച്ച് മാറുന്നില്ല എങ്കിൽ ആ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു വസ്തു സമയത്തിനനുസരിച്ച് അതിൻ്റെ സ്ഥാനം മാറുകയാണെങ്കിൽ ആ വസ്തു മോഷനിലാണ് എന്ന് പറയാം, അഥവാ ചലനത്തിലാണ് എന്ന് പറയാം. ബോർഡിലേക്ക് നോക്കുക. T1 എന്ന സമയത്ത് ഒരു വസ്തു എക്സ് എന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. T2 എന്ന അടുത്തൊരു സമയത്ത് ആ വസ്തു x2 എന്ന പൊസിഷനിലേക്ക് മാറിയെങ്കിൽ ആ വസ്തു ചലനത്തിലാണ് എന്ന് പറയാം, അഥവാ മോഷനിലാണെന്ന് പറയാം. എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തു 0 സെക്കൻഡിൽ ഈ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നിൽക്കുന്നത്. അടുത്തത് ഒരു 10 സെക്കൻഡിന് ശേഷം ഈ വസ്തു x2 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഈ വസ്തു എന്ത് ചെയ്തിട്ടുണ്ട്? ടൈമിനനുസരിച്ച് അതിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ വസ്തു സമയത്തിനനുസരിച്ച് സ്ഥാനം മാറിയത് കൊണ്ട് ആ വസ്തു മോഷനിലാണെന്ന് പറയാം, അഥവാ ചലനത്തിലാണ് എന്ന് പറയാം. ഇനി ഈ വസ്തു T1 എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ തന്നെയാണ്, അഥവാ 0 സെക്കൻഡിൽ ഈ വസ്തു ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടും ഈ വസ്തു വീണ്ടും ഇവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ഈ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം, അഥവാ നിശ്ചലാവസ്ഥയിൽ തുടരുകയാണ് എന്ന് പറയാം. അടുത്ത ടേംസാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദൂരവും സ്ഥാനാന്തരവും. പല ആളുകൾക്കും ഇപ്പോഴും കൺഫ്യൂഷനുള്ള ടേമായിരിക്കും ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഇത് എക്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഇത് y എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ഈ എക്സ് എന്ന സ്ഥലത്ത് നിന്നും y എന്ന സ്ഥലത്തേക്ക് ഒരാൾക്ക് പോകണം. അപ്പം ഇവിടെ നിന്ന് ഈ വഴി പോകാം, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാം, ഈ വഴി പോകാം, ഈ വഴി ഇങ്ങനെ പോകാം. അങ്ങനെ 4-5 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ദൂരം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ദൂരം 5 കിലോമീറ്ററാണ്. പിന്നെ ഈ വളഞ്ഞു പോകുന്ന ദൂരം നമുക്കൊരു 7 കിലോമീറ്റർ എടുക്കാം. പിന്നെ ഇത് ഒരു 6.5 കിലോമീറ്റർ. പിന്നെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഈ വഴി ഒരു 8 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന സ്ഥാനത്ത് നിന്നും y എന്ന സ്ഥാനത്തേക്ക് പോകാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ ഓരോ വഴികൾക്കുള്ള ദൂരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒന്ന് 5 കിലോമീറ്റർ ആണ്, 7 കിലോമീറ്റർ ഉണ്ട്, 6.5 ഉണ്ട്, 8 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സ് എന്ന പൊസിഷനിൽ നിന്നും y എന്ന് പറഞ്ഞ പൊസിഷനിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഈ 5 കിലോമീറ്റർ ആണ്. ഈ 5 കിലോമീറ്റർ എന്നുള്ളത് ഇതിൻ്റെ ഇടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അഥവാ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത് ഈ 5 കിലോമീറ്റർ. രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള അല്ലെങ്കിൽ രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ സ്ഥാനാന്തരം.
മലയാളത്തിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നു. ഓക്കെ, ഇനി മറ്റു വഴികളും കൂടെ ഇവിടെ ഉണ്ട് അല്ലേ. അതിനെയൊക്കെ നമ്മൾ എന്താണ് പറയാറ്? ദൂരം എന്ന് പറയും, അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നു, മറ്റുള്ളവയെ നമ്മൾ അതിൻ്റെ ദൂരം എന്ന് പറയുന്നു. ഇനി അടുത്ത ടേംസ് നോക്കാം. സ്പീഡ്, മലയാളത്തിൽ വേഗത എന്ന് പറയും. വേഗത എന്ന് പറയുന്നത് ഒരു വസ്തു ഒരു നിശ്ചിത സമയത്ത് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതിനെയാണ് ആ വസ്തുവിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത. അടുത്ത ടേം പ്രവേഗത അഥവാ വെലോസിറ്റി എന്ന് പറയും. മലയാളത്തിൽ പ്രവേഗത എന്ന് പറയും. പ്രവേഗത എങ്ങനെ കാണാം? പ്രവേഗത എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിനായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. അതിനുള്ള ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പം ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വസ്തു സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലായിരിക്കണം. അപ്പോൾ മാത്രമേ ഒരു വസ്തുവിൻ്റെ പ്രവേഗത അഥവാ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈൻ അല്ലാണ്ട് സഞ്ചരിക്കുമ്പോഴാണ് ആ വസ്തുവിന് സ്പീഡ് ഉണ്ടാകുന്നത്. പക്ഷെ ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സഞ്ചരിക്കുമ്പോൾ ആ വസ്തുവിന് ഉണ്ടാകുന്നത് പ്രവേഗതയാണ് അഥവാ വെലോസിറ്റി എന്ന് പറയും. ഇനി വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിൻ്റെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അടുത്ത ടേമാണ് ആക്സിലറേഷൻ. മലയാളത്തിൽ ത്വരണം എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ ത്വരണം കാണുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി divided by change in time. Acceleration equal to delta v by delta t. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യാനുണ്ടാകും. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ആക്സിലറേഷൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ടേം നോക്കാം. നെക്സ്റ്റ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനെയാണ്. നെക്സ്റ്റ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ. എന്താണ് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും നമുക്ക് നോക്കാം. ഒരു വസ്തു ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ഒരേ ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ചലനത്തെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻസ് എടുക്കുക. 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ. ഇവിടെ ടൈം എടുക്കുക. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 9 സെക്കൻഡ്സ് ഇൻ മീറ്റർ. ഓക്കെ, ഇവിടെ 0 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് ഇവിടെ 0 എന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി 1 സെക്കൻഡ് ആയപ്പോൾ ഈ വസ്തു 1 മീറ്റർ മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി
2 സെക്കൻഡ് ആയപ്പോൾ ഈ വസ്തു 2 മീറ്റർ മൂവ് ചെയ്തു. ഇപ്പോൾ ഈ വസ്തു ഇവിടെ എത്തി. ഇനി 3 സെക്കൻഡ് ആയപ്പോൾ ആ വസ്തു 3 മീറ്റർ മൂവ് ചെയ്തു. അപ്പം ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ വെച്ചിട്ടാണ്. ഇവിടെ 0 നിന്ന് 1 മീറ്റർ ആയി. അടുത്ത ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 സെക്കൻഡിൽ നിന്നും 1 മീറ്ററിൽ നിന്നും 2 മീറ്റർ ആയി. അടുത്തത് 2 മീറ്ററിൽ നിന്നും 3 മീറ്റർ ആയി. അപ്പോൾ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലും ഈക്വൽ ആയിട്ടാണ് ഈ വസ്തു മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഷനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? യൂണിഫോം മോഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം വ്യത്യാസപ്പെട്ടിരിക്കുമ്പോഴാണ് ആ ചലനത്തെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, 0 സെക്കൻഡ് ഒരു വസ്തു 0 എന്ന് പറഞ്ഞ പൊസിഷനിലാണെങ്കിൽ 1 സെക്കൻഡ് ആവുമ്പോൾ ആ വസ്തു 1 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് കരുതുക. ഇനി 2 സെക്കൻഡ് ആയപ്പോൾ ആ വസ്തു ട്രാവൽ ചെയ്തത് ഒരു 2 മീറ്ററും കൂടെ കൂടുതൽ ട്രാവൽ ചെയ്തു. അപ്പോൾ എത്രയായി? ഇവിടെ 3ലേക്ക് എത്തി. ഇനി അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ വസ്തു ട്രാവൽ ചെയ്തത് 1 മീറ്ററാണ്. അപ്പോൾ 3 സെക്കൻഡ് ആയപ്പോൾ ഈ വസ്തു ട്രാവൽ ചെയ്തത് 4 മീറ്ററിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ട്രാവൽ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 1 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. അടുത്ത ഒരു സെക്കൻഡിൽ 2 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും വ്യത്യസ്ത ദൂരമാണ് ഈ വസ്തു ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചലനത്തെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അടുത്തത് ചലന സമവാക്യങ്ങളാണ്, അഥവാ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് പഠിക്കാനുള്ളത് 3 ചലന സമവാക്യങ്ങളാണ്. ഒന്നാമത്തേത് V = U + AT. ഇതിൽ V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റി. U എന്ന് പറയുന്നത് ആദ്യപ്രവേഗം അഥവാ ഇനീഷ്യൽ വെലോസിറ്റി. A എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിലറേഷനാണ്. T എന്ന് പറയുന്നത് അതിൻ്റെ ത്വരണമാണ്. അടുത്ത ഇക്വേഷൻ S = ut + ½ AT². ഇതിൽ S എന്ന് പറയുന്നത് വസ്തു സഞ്ചരിച്ച സ്ഥാനാന്തരമാണ്. U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, T ടൈം, A എന്ന് പറയുന്നത് ആക്സിലറേഷൻ, ഇവിടെ T ടൈമാണ്. അടുത്ത ചലന സമവാക്യമാണ് V² = U² + 2AS. V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗമാണ് അഥവാ ഫൈനൽ വെലോസിറ്റി. U എന്ന് പറയുന്നത് ആദ്യപ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി. A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ത്വരണം. S എന്ന് പറയുന്നത് സ്ഥാനാന്തരം. ഈ 3 ചലന സമവാക്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് GD പോലുള്ള എക്സാമുകൾക്ക് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ടേമാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിന് ചുറ്റും സർക്കുലാർ ആകൃതിയിൽ അഥവാ വൃത്താകൃതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരം ചലനത്തെ നമ്മൾ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് അഥവാ വർത്തുള ചലനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിന് ചുറ്റും ഒരു ഒബ്ജക്റ്റ് സർക്കുലാറായിട്ട് വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സർക്കുലാർ മോഷൻ അഥവാ വർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ = ΔS/R. ഇവിടെ ΔS എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർക്കാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് തരും. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് /R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് എന്ത്? റേഡിയസ്. അപ്പം ഇതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് റേഡിയനാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ SI യൂണിറ്റ് റേഡിയനാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ ΔS/R. ΔS = ലെങ്ത് ഓഫ് ആർക്ക്, R = റേഡിയസ്.
ഇനി ഇവിടെ ചോദിക്കാൻ അടുത്ത സാധ്യതയുള്ളത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ഡിനോട്ട് ചെയ്യൽ ഒമേഗ സമം എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. നെക്സ്റ്റ് ടേമാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓർ പൊസിഷൻ ഓഫ് എ ബോഡി. ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെയോ അതിൻ്റെ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുഷ് അല്ലെങ്കിൽ പുള്ളിനെയാണ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ F = ma ആണ്. F = ma. m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, a എന്ന് പറയുന്നത് ആക്സിലറേഷൻ. നെക്സ്റ്റ് ടേമാണ് അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലായിരിക്കുമ്പോൾ ആ വസ്തു അതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അഥവാ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ ഈ റെഡ് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത്, ഒരു നൂലിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ടുണ്ട്. ഈ കല്ല് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്കുലാർ പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്നും അല്ലെങ്കിൽ ഈ കല്ലിൽ നിന്നും ഇതിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അഥവാ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒബ്ജക്റ്റിൽ നിന്നും എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഇതിൻ്റെ കേന്ദ്രത്തിലോട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. FC സമം, സി എന്ന് പറയുന്നത് സെൻട്രിപെറ്റലാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് സമം mv²/r. ഇതിൽ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, v എന്ന് പറയുന്നത് ഇതിൻ്റെ വെലോസിറ്റി, r എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊരു ടേമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒബ്ജക്റ്റിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് അഥവാ കേന്ദ്രത്തിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എവിടെ നിന്നാണ്? സെൻറ്ററിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് പുറത്തോട്ടായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് ഇനേഷ്യ. മലയാളത്തിൽ നമ്മൾ ജഡത്വം എന്ന് പറയും. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് അതിൻ്റെ ജഡത്വം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഇനേഷ്യ ഉണ്ട്. ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ, ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഇനേഷ്യ ഓഫ് മോഷൻ. ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോഡി ബ്രേക്ക് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ മോഷനിലായിരുന്നു. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ബോഡി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അഥവാ ആ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബോഡിയെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനി ഇനേഷ്യ ഓഫ് റെസ്റ്റ്. നമ്മളൊരു വാഹനത്തിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാഹനം ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും ബാക്കോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരിക, നമുക്ക് കണ്ടീഷൻസ് തരും. അത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേഷ്യ ഓഫ് മോഷൻ ആണോ എന്ന് പിക്ക് ചെയ്യാനായിരിക്കും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. നമുക്കറിയാലോ 3 പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം പറയുന്നത് ഇഫ് എ ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ ചലനത്തിലുള്ള ഒരു വസ്തു ചലനത്തിലായിട്ടും നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലുമായിട്ട് തുടരുമെന്നാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലത്ത് വെച്ചിരിക്കുന്ന ഒരു പന്ത്, ഈ പന്ത് ഇപ്പോൾ നിൽക്കുന്നത് റെസ്റ്റിലാണ് അഥവാ നിശ്ചലാവസ്ഥയിലാണ്. അപ്പം ഈ ഒരു വസ്തുവിനെ എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കാതെ ഈ ഒരു സ്ഥാനത്ത് നിന്നും ഇത് മാറുന്നില്ല. ഓക്കെ, അടുത്തത് ഉരുണ്ടു പോകുന്ന ഒരു പന്ത്. ഇതിനെ ഒരാൾ
ഒന്ന് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മോഷൻ, അതിൻ്റെ ചലനം മാറിയിട്ട് നിശ്ചലാവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് പറയുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. എപ്പോൾ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിന് ആക്ട് ചെയ്യുന്നത് വരെ അത് അതിൻ്റെ അതേ പൊസിഷനിൽ തുടരും. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റിലുള്ള വസ്തു ചിലപ്പോൾ മോഷനിലേക്ക് മാറും, മോഷനിലുള്ള വസ്തു റെസ്റ്റിലോട്ട് മാറും. നെക്സ്റ്റ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. രണ്ടാമത്തെ ചലന നിയമം പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അഥവാ F = ma എന്ന് പറയുന്നത്. m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മാസാണ്, a എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിലറേഷനാണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നെക്സ്റ്റ് മൊമെൻറ്റം. മൊമെൻറ്റം അഥവാ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പം മൊമെൻറ്റത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യൽ P വെച്ചിട്ടാണ്. P = m × v. m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? എമ്മിൻ്റെത് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടേത് മീറ്റർ/സെക്കൻഡ്. സോ ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ്. ഇവിടെ അപ്പം മൊമെൻറ്റം കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞു പോകുന്നൊരു ഭാഗമാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. പുതിയ സിലബസിൽ ഇപ്പോൾ അത് 9th ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. നമുക്കറിയാലേ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? m1 v1 + m2 v2 = m1 u1 + m2 u2. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇവിടെ നമുക്ക് ആവശ്യം വരും. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണാണ്. ഇപ്പോൾ ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ v = -m × small v ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഇവിടെ V എന്ന് ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ്. M എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മാസാണ്. സ്മോൾ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബുള്ളറ്റ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ എന്താ കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ തോക്ക് എങ്ങോട്ടാണ് വരിക? പുറകോട്ടേക്കാണല്ലേ വരിക. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് ഓയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ് കാണാനുള്ള സമവാക്യം. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് പിന്നെ നേവിയുടെ SSR AA പ്രിപ്പയർ ചെയ്യുന്നവർ, പിന്നെ ഇന്ത്യൻ ആർമി ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് X, അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷനാണിത്. അടുത്തൊരു ഭാഗമാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന ലാർജ് ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ആവേഗം എന്ന് പറയും. അപ്പം ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ I = F × T. ക്യാപിറ്റൽ F ആണ്. ഇവിടെ F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സാണ്. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T അല്ല, ശരിക്ക് ΔT എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. F × ΔT. ആ സ്മോൾ ടൈമിനെയാണ് നമ്മൾ ഡെൽറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. I = F × ΔT. ഫ്രിക്ഷൻ അഥവാ ഘർഷണം എന്ന് പറയുന്നത് ഒരു തരം ഫോഴ്സ് തന്നെയാണ്. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു വസ്തു സഞ്ചരിക്കുമ്പോൾ താഴെയുള്ള വസ്തു മുകളിൽ കൂടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തെ എതിർക്കുന്ന ഒരു ബലത്തിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നടക്കാൻ സാധിക്കുന്നതൊക്കെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ടേമാണ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. ടോ = R×F. ഇവിടെ R എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഫോഴ്സ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ.
എഫ് എന്ന് പറയുന്നത് ഫോഴ്സാണ്. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇതും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് +2 ക്വാളിഫിക്കേഷനുള്ള നേവിയുടെ AASSR, ആർമിയുടെ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, പിന്നെ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സ്, പിന്നെ കോസ്റ്റ് ഗാർഡിലുള്ളവർക്കും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I ആണ്. സോ I ഈസ് ഈക്വൽ ടു M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡിയാണ്. R എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നത്. അപ്പോൾ ഇത് പക്ക തിയറി ക്ലാസ് ആണ്. ഇനി ഇതിൻ്റെ പ്രോബ്ലമാറ്റിക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 1 2 ഒന്നിൽ കൂടുതൽ ലെസണിൽ എന്തായാലും വേണ്ടി വരും നമുക്ക് ചെയ്യണമെങ്കിൽ. അത്രമാത്രം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പം ജനറൽ സയൻസ് ഉള്ളവരും പിന്നെ +2 ക്വാളിഫിക്കേഷൻ വരുന്ന ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സ്, നേവിയുടെ AASSR, പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ എക്സാമുകൾക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാൻഡില സ്റ്റഡി സർക്കിൾ എന്ന ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.